ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പേര് മിന്നു, വയസ്സ് 24, ബാംഗ്ലൂർ ആണ് ജോലി. ഞാനും എന്റെ ബോയ്ഫ്രണ്ട് നിഹാൻ ഇപ്പോൾ 4 വർഷമായി ഡേറ്റ് ചെയ്യുകയാണ്. രണ്ടാൾക്കും ജോലി തിരക്ക് കാരണം പഴയ പോലെ എപ്പോഴും കാണാൻ പറ്റാറില്ല. എന്നാലും കാണുമ്പോൾ എല്ലാം ഞങ്ങൾ മാക്സിമം അടിച്ചുപൊളിക്കാറുണ്ട്. രണ്ടുപേരും വേറെ മതസ്ഥർ ആയതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടിൽ ഇത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കാരണം എല്ലാം തുറന്ന് സംസാരിക്കുവാനും പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുവാനും ഒരു മടിയും ഇല്ല. ഒട്ടും പോസിറ്റീവ് അല്ലാത്ത അവന് ഞാൻ വേറെ ആണുങ്ങളുമായി ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുന്നതും ഫ്രണ്ട്സിന്റെ കൂടെ പബ്ബിൽ പോകുന്നതിനും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കൂടുതലും ഞങ്ങൾ ഒയ റൂം എടുക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഒയ റൂമിൽ സംഭവിച്ച കഥയാണ്. അന്നൊരു ശനിയാഴ്ച ആയിരുന്നു. കുറച്ചു കാലത്തിനു ശേഷം കാണുന്നതുകൊണ്ട് അന്ന് ഞാനും അവനും തകർത്തു കളിച്ചു. കളി കഴിഞ്ഞ് അവനും ഞാനും തളർന്നു കിടക്കുകയായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പും ദാഹം തോന്നി. അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്ത് കുളിക്കാൻ കയറി. റൂം നമ്പർ കൊടുത്തിരുന്നതിനാൽ ഡെലിവറി ബോയ് നേരെ റൂമിലോട്ട് തന്നെ വന്നു വാതിൽ മുട്ടി. നിഹാൽ ചെന്ന് പാർസൽ വാങ്ങി പേഴ്സ് എടുക്കാനായി അകത്തുപോയി. അന്നേരം വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അലങ്കോലമായ ബെഡിൽ എന്റെ അടിവസ്ത്രങ്ങളും എല്ലാം അവൻ കണ്ടു. അവന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് എന്റെ ബോയ് ഫ്രണ്ടിനെ നോക്കി ചിരിച്ചു. ക്യാഷ് വാങ്ങി പോകാൻ നിന്ന് നേരം അവനവന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കണ്ടു. ഡെലിവറി ബോയ് വന്നതറിയാതെ ഞാൻ ബാത്റൂമിൽ നിന്നും ഒരു ടവൽ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി. അതുകൊണ്ട് അവൻ ഞെട്ടിത്തെറിച്ചു നിന്നു. നോട്ടം മാറ്റാനോ ക്ഷമ ചോദിക്കാനോ കൂട്ടാക്കിയില്ല. പഴയ ഞാനായിരുന്നെങ്കിൽ അലറി വിളിച്ച് വേഗം ഡ്രസ് എടുത്ത് ഇട്ടേനെ. എന്തോ കൊണ്ടോ എനിക്ക് അവനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ഞാൻ കാഷ്വൽ ആയി ബെഡിന്റെ അടുത്തോട്ട് നടന്നു. നിഹാൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ചെന്ന് അവൻ ക്യാഷ് കൊടുത്തു. ഡോർ അടച്ചു. നിഹാൽ എന്റെ അടുത്ത് വന്ന് ഒരു കള്ളച്ചിരിയോട് കൂടി എന്നെ നോക്കി. ഞാൻ തിരിച്ചും അവനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവന് അത് ഇഷ്ടമായി എന്ന്. ഞാൻ ഡ്രസ് ഇടാൻ തുടങ്ങിയപ്പോൾ ആ ഡ്രസ്സിൽ പിടിച്ചുകൊണ്ട് അവൻ എനിക്ക് ഗിഫ്റ്റ് ആയി വാങ്ങിയ ഒരു ചുവന്ന സാരി തന്നു. ഞാൻ ആ സാരി ഉടുത്തു. അത്യാവശ്യം ട്രാൻസ്പെറന്റായി ബ്ലൗസും വയറും പൊക്കളും കാണുന്ന സാരി. എടി, ആ വന്ന ഡെലിവറി ബോയ് ഇങ്ങനെയുണ്ട്. ഞാൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി കണ്ണ് ഇറുക്കി. നിനക്ക് വേണോ? എനിക്കത് കേട്ടിട്ട് അത്ഭുതം ഒന്നും തോന്നിയില്ല. സെക്സ് ആസ്വദിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും എന്ന് എനിക്കറിയാം. ഞാൻ അവനെ നോക്കി എനിക്ക് സമ്മതമാണ് എന്ന രീതിയിൽ ചിരിച്ചു. അവൻ ഒട്ടും സമയം കളയാതെ പോയി ഡോർ തുറന്നു നോക്കി. ഊഹം തെറ്റിയില്ല. ഡെലിവറി ബോയ് അവിടെ തന്നെ നിന്നു കറങ്ങുന്നുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി കുറച്ചുനേരം സാരിച്ചു. എന്നിട്ട് രണ്ടുപേരും അകത്തു വന്നു. എന്നെ അസാരിയിൽ കണ്ട ഡെലിവറി ബോയുടെ കണ്ണ് എന്റെ മേലെ തന്നെ ആയിരുന്നു. ആക്രാന്തത്തോടെയുള്ള അയാളുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് ഒരു തരിപ്പ് തോന്നി. ഏത് ആഗ്രഹത്തിനും കൂട്ടുനിൽക്കാനും മനസ്സുള്ള ബോയ് ഫ്രണ്ട് എന്റെ ഭാഗ്യമാണെന്ന് അപ്പോൾ തോന്നി. ലവേഴ്സ് അല്ലാതെ വേറെ ആരുടെയും മുന്നിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ നിന്നിട്ടില്ല. ആദ്യമായി ഒരു അപരിചിതന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അപ്പോൾ മടി തോന്നിയില്ല. അയാളുടെ നോട്ടം എന്നെ വല്ലാതെ ലഹരി പിടിപ്പിച്ചു. നിഹൻ അയാളുടെ പേര് ചോദിച്ചു. അയാളുടെ പേര് സലിം. ഏകദേശം 40 വയസ്സ് കാണും. കാണാൻ വലിയ രസം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ബോഡി ഉണ്ട്. നിഹാൽ ഒരു സിഗരറ്റും കത്തിച്ചു റൂമിന് പുറത്തുപോയി. അവൻ എന്റെ ആഗ്രഹം മനസ്സിലായി കാണാം. സലിം എന്താ നടക്കുന്നത് എന്ന് അറിയാതെ തിരിച്ചുനിന്നു. അയാൾ എന്റെ ശരീരം ആർത്തിയോടെ നോക്കി. അത് കണ്ടപ്പോൾ എനിക്ക് തരിപ്പ് കയറി. ഞാൻ ഇയാളുടെ അടുത്ത് ചെന്ന് ചുണ്ട് ചേർത്ത് പിടിച്ചു. അത് കണ്ട് ഇയാളുടെ കൺട്രോൾ പോയി. എന്നെ വലിച്ചെടുപ്പിച്ച് എന്റെ ചുണ്ട് ആർത്തിയോടെ ചപ്പി വലിച്ചു. അയാളുടെ നാവ് എന്റെ വായിൽ ഇട്ടുകറക്കി. എന്റെ തുപ്പൽ വലിച്ചു കുടിച്ചു. ഇയാളുടെ വായിൽ നിന്നും സിഗരറ്റിന്റെ ടേസ്റ്റ് നാവിൽ കിട്ടി. എന്റെ നാവ് അയാളുടെ വായിൽ കയറ്റി ചുണ്ട് ചപ്പി വലിച്ചു. ആ സമയം അയാളുടെ കൈ എന്റെ കുണ്ടിയിൽ പിടിച്ചു നന്നായി ഉടച്ചു. ഞാൻ അയാളുടെ ടീഷർട്ടിനുള്ളിൽ കൈയിട്ട് പുറത്തു മാന്തി. അയാളുടെ വിയർപ്പ് മണം എന്നെ മത്ത് പിടിപ്പിച്ചു. കുണ്ടിയിൽ വല്ലാതെ പിടിച്ച് അമർത്തിയപ്പോൾ എന്റെ വായിൽ നിന്നും ഒച്ച വന്നു. ഉഫ്! ഞാൻ അയാളുടെ കൈകളിൽ കിടന്നു പുളയുകയായിരുന്നു. അയാളുടെ കൈ ദേഹത്ത് ഓടി നടന്നു. എന്നെ കിടക്കയിൽ തള്ളി ഇട്ടു. എന്റെ സാരി പൊക്കി അകത്തോട്ട് കൈകടത്തി. അയാൾ സാരിയും പാവാടയും പൊക്കി എന്റെ പാന്റിയിൽ തുരുതുര ഉമ്മ വെക്കാൻ തുടങ്ങി. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അയാളുടെ മുഖം പൂറിലേക്ക് അമർത്തി. എന്റെ പാന്റി വലിച്ചൂരി. അപ്പോൾ എന്റെ പൂറിൽ നിന്നും നിന്ന് വെള്ളം ഒഴുകി തുടങ്ങി. കാമുകൻ അല്ലാതെ വേറെ ആരും തൊടാത്ത പൂറ്റിൽ നാവുകൊണ്ട് നക്കി എടുത്തു. വാസ്തവത്തിൽ അത് അയാൾ തിന്നുകയായിരുന്നു. ഞാൻ സുഖം കൊണ്ട് പുളഞ്ഞു. അറിയാതെ ഞാൻ എന്റെ കാലുകൾ അകത്തിക്കൊടുത്തു. ഇടയ്ക്ക് ഞാൻ നിഹാലിനെ നോക്കിയപ്പോൾ അവൻ ബെഡിന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു. അയാൾ പതുക്കെ സിബ് അഴിച്ചു. അയാളുടെ കുണ്ണ പുറത്തേക്കിട്ടു. ഞാൻ അത്ഭുതത്തോടെ അതിൽ നോക്കി. എന്തൊരു സൈസ്, എന്തൊരു ബലം! ഞാൻ കൊതിയോടെ അയാളെ നോക്കി. അയാൾ എന്റെ വായിലേക്ക് കുണ്ണ പതിയെ തള്ളിതന്നു. ഞാൻ ആ കുണ്ണ നക്കി ഉറിഞ്ചി മൃദുവായി കടിച്ചു. അതിൽ വിയർപ്പിന്റെയും മൂത്രത്തിന്റെയും രുചി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമായി തോന്നിയില്ല. ഞാനത് നുണഞ്ഞു കുടിച്ചു. പിന്നെ അയാളുടെ അരക്കെട്ടു എന്റെ വായിലേക്ക് തള്ളാൻ തുടങ്ങി. പിന്നെ സ്പീഡ് കൂടി, പിന്നെയും കൂടി. ഒട്ടും വൈകാതെ അയാളുടെ സാധനത്തിൽ നിന്നും പാൽ ഒഴുകി. അത് എന്റെ വായിൽ നിറഞ്ഞു പുറത്തേക്ക് ഒലിച്ചിറങ്ങി. എന്റെ ചുണ്ടിലും കവിളിലും താടിയിലും ഒക്കെ ആ കൊഴുത്ത പാൽ ഒലിച്ചു വന്നു. അയാൾ എന്റെ വായിൽ
വായിലേക്ക് ഒന്നുകൂടെ കുണ്ണ തള്ളി തന്നു. ഞാൻ അതിൽ അവശേഷിച്ച പാൽ കൂടെ വലിച്ചെടുത്തു കുടിച്ചു. ഞാൻ പതിയെ എണീറ്റു. അയാൾ എന്നെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. നീയാണ് പെണ്ണ്. അയാൾ എന്റെ ബാക്കിയുണ്ടായിരുന്ന ഡ്രസ് മുഴുവനും വലിച്ചൂരി എന്റെ നഗ്നത ആസ്വദിച്ചു. അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. എന്നെ മലർത്തിക്കിടത്തി എന്റെ 2 കാലുകളും പൊക്കി പിടിച്ചു. അതിലേക്കു ആ കുണ്ണ പതിയെ ഇറങ്ങി. നല്ല വേദന ആയിരുന്നു. എന്റെ പൂറ് പൊളിഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നി. കുണ്ണ പൂറ്റിൽ വെച്ച് ഒരൊറ്റ തള്ള് എന്റെ ജീവൻ മുഴുവൻ പോയി. പിന്നെ പതിയെ മുന്നോട്ടും പിന്നോട്ടും തള്ളി. ആദ്യത്തെ വേദന പിന്നീട് എന്റെ സുഖത്തിലേക്ക് മാറി. അത്തറിഞ്ഞാകണം. അയാൾ അടിയുടെ സ്പീഡ് കൂട്ടി. എന്റെ പൂറിൽ ആ പേരും കുണ്ണ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. നല്ല സുഖം, സ്വർഗം ഞാൻ കാണുന്നു. ആ സമയം തന്നെ അവന്റെ കുണ്ണ വെട്ടി വിരച്ചു എന്റെ പൂറ്റിൽ പാലഭിഷേകം നടത്തി. അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. എന്റെ ചുണ്ടുകളെ വായിലാക്കി ചപ്പി എന്റെ മേലെ തളർന്നു കിടന്നു. ഞങ്ങളുടെ കളി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി നിഹാൽ അടുത്തു വന്നു. എന്റെ പൂറിൽ കുണ്ണ കയറ്റിവെച്ച് കിടക്കുന്ന അയാളെ എന്നെയും നോക്കി. നിഹാൽ കുറച്ചു നേരം നിന്നു. നിഹാലിനെ കണ്ട സലിം പതുക്കെ കുണ്ണ ഊരി. നിഹാൽ അവനോട് ചോദിച്ചു, എന്റെ ഗേൾ ഫ്രണ്ട് എങ്ങനെയുണ്ട്? അസൽ വെടി. അയാൾ എന്നെ നോക്കി പറഞ്ഞു, എന്റെ ശരീരം ഒടിഞ്ഞ വാഴത്തണ്ട് പോലെയായി. കുറെ നേരം അങ്ങനെ കിടന്നു. ആലസ്യം കാരണം ഞാൻ കിടന്നു. സലീം എന്നെ പുണർന്നു കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. രണ്ടാളും 5 മണിയായപ്പോഴേക്കും ഞാൻ ഉണർന്നു. സലീമിനെ ശരീരത്തു നിന്നും വേർപെടുത്തി ബാത്റൂമിൽ പോയിട്ട് വന്നു. ടോപ്പ് മാത്രം ഇട്ടു ചായ ഓർഡർ ചെയ്തു. സലീമിനെ ഉണർത്തി ചായ കൊടുത്തു. ചായ കുടിച്ച് എന്നെ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ ചപ്പി വലിച്ച് കിസ് ചെയ്തിട്ട് സലിം പോയി. നിഹാല എന്റെ അടുത്തു വന്നു. അവനുമായുള്ള അംഗം എപ്പോൾ തീർന്നു? എങ്ങനുണ്ടായിരുന്നു? നിഹാൽ ചോദിച്ചു. അവനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എത്ര വലിയ കുണ്ണയുള്ളവൻ ആയാലും നിന്റെ അത്ര വരില്ല. എന്റെ സന്തോഷം കണ്ടു അവൻ ചിരിച്ചു. എടി പൂറുമോളെ, കഴപ്പി മൈരെ, നന്നായി സുഖിച്ചു അല്ലേ നീ? ഞാൻ നാണത്തോടെ ചിരിച്ചു. അതിനുശേഷം റൂം വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഒന്നുകൂടി കളിച്ചു. എന്റെ എല്ലാ ആഗ്രഹത്തിനും കൂട്ടുനിൽക്കുന്ന എന്റെ കാമുകനെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ മനസ്സില്ല മനസ്സോടു കൂടി പിരിഞ്ഞു. അടുത്ത കളി വരെ ഉള്ള കാത്തിരിപ്പ്.